ഈ ഭക്ഷണം കഴിക്കുന്ന ഹാളിൻ്റെ താഴെ വൈൻ സെല്ലാറുണ്ട്. അതൊരു ഭയങ്കര രസകരമായ കാഴ്ചയാണ്. ആയിരക്കണക്കിന് കുപ്പികൾ, സീൽ ചെയ്ത കുപ്പികൾ അടുക്കി വെച്ചിട്ടുള്ള ഷെൽഫുകൾ, വലിയ ബാരലുകളിൽ ഈ വൈൻ നിറച്ച് വെച്ചിട്ടുണ്ട്. അത് എത്രയോ വർഷം പഴക്കമുള്ള വൈനൊക്കെ ഉണ്ട് അതിൽ. 10-40 വർഷം 30 വർഷമൊക്കെ പഴക്കമുള്ള കോണിയാക്കിൻ്റെ ബോട്ടിൽസ് അവിടെ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട്. നല്ല വിലയാണ്. സൗത്ത് അമേരിക്കയിലെ ലിവിങ് കോസ്റ്റ് ഏറ്റവും കുറവുള്ള ഒരു നഗരമാണ്. റൂം റെൻ്റൊക്കെ വളരെ ചീപ്പാണ്. അപ്പോൾ അഫോർഡബിൾ ആയിട്ടുള്ളൊരു നഗരമാണ് മൊണ്ടേവിഡിയോ. നോർവീജിയൻ സ്റ്റാർ എന്ന് പറയുന്ന ഈ കപ്പലിന് ഏതാണ്ട് 1 ലക്ഷത്തോളം ടൺ കേവ് ഭാരമുണ്ട്. ഒരു 2298 പാസഞ്ചേഴ്സിനെയും 1031 ക്രൂ മെമ്പേഴ്സും അടങ്ങുന്ന 3330ഓളം ആളുകളുള്ള ഒരു കപ്പൽ. പിന്നെ ഇതിൻ്റെ ഒരു ഹൈറ്റ് എന്ന് പറയുന്നത് 300 മീറ്ററോളം വരും. 14 ഫ്ലോറുകളുണ്ട്. ഇതിനകത്ത് 17 ഡൈനിങ് റൂംസ് ഉണ്ട്, 10 ലോഞ്ച് ബാറുകളുണ്ട്, 3 സ്വിമ്മിംഗ് പൂൾസ് ഉണ്ട്, 7 ജക്കൂസേസ് ഉണ്ട്. നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത അത്രയും ഹ്യൂജായിട്ടുള്ള ഒരു ഷിപ്പാണ് ഇത്. 2001 ഇത് കമ്മീഷൻ ചെയ്തത്. 2021 ഇത് റീഫർണിഷ് ചെയ്തു. ഈ ഷിപ്പ് നമ്മൾ അടുത്ത ദിവസം യാത്ര പുറപ്പെട്ട് അടുത്ത ദിവസം ഉറുഗ്വേയുടെ തീരത്ത് അവരുടെ ഷിപ്പ് യാർഡിൽ നമ്മൾ എത്തി. അവിടെ വാർഫുണ്ട്. ആ വാർഫിലേക്ക് ചേർത്ത് കപ്പൽ നിർത്തി. മോണ്ടെവീഡിയോ പോർട്ടാണത്. ഉറുഗ്വേയുടെ മോണ്ടെവീഡിയോ എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇതാണ് ഞങ്ങളുടെ ഷിപ്പ്. അപ്പോൾ ഞങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് 2 ബസ്സുകൾ വന്നിട്ടുണ്ട്. ആ ബസ്സിൽ ഞങ്ങൾ പോകുന്നത് മോണ്ടെവീഡിയോ എന്ന് പറയുന്ന ഉറുഗ്വേയുടെ തലസ്ഥാന നഗരിയിലേക്കാണ്. മോണ്ടെവീഡിയോയിൽ നമ്മൾ മുമ്പ് പോയിട്ടുണ്ട്. അന്ന് പക്ഷെ ഒരു മഴയുള്ള ദിവസമായിരുന്നു. ഞങ്ങളവിടെ 1-2 ഒരു ഷോപ്പിംഗ് മാളിലൊക്കെ പോയി ഈ മോണ്ടെവീഡിയോയുടെ നഗരചത്വരത്തിലൂടെയൊക്കെ ഒന്ന് ജസ്റ്റ് ഒരു ഓട്ടപ്രദക്ഷിണമായി നടത്താൻ അന്ന് പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഈ മോണ്ടെവീഡിയോയിൽ ചെല്ലുന്ന നമ്മൾ ടൗൺ സ്ക്വയർ കാണാം. ടൗൺ സ്ക്വയർ കണ്ടിട്ട് വൈനറീസ് കാണാം എന്നുള്ളതാണ് പരിപാടി. ആ വൈനറിയിൽ നമുക്ക് ലഞ്ചൊക്കെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ മോണ്ടെവീഡിയോയിൽ ഇറങ്ങി. മോണ്ടെവീഡിയോയുടെയും ഉറുഗ്വേയുടെയും പ്രത്യേകത സൗത്ത് അമേരിക്കയിലെ ലിവിങ് കോസ്റ്റ് ഏറ്റവും കുറവുള്ള ഒരു നഗരമാണ്. റൂം റെൻ്റൊക്കെ വളരെ ചീപ്പാണ്. അപ്പോൾ അഫോർഡബിൾ ആയിട്ടുള്ളൊരു നഗരമാണ് മോണ്ടെവീഡിയോ. മോണ്ടെവീഡിയോയുടെ നഗര ചത്വരത്തിലേക്ക് ഞങ്ങൾ പോയി. അവരുടെ അർഗോൺ എന്ന് പറയുന്ന അവരുടെ വിമോചന പോരാളിയുടെ ഒരു പ്രതിമയൊക്കെ ആ നഗര ചത്വരത്തിലുണ്ട്. നല്ല മനോഹരമായിട്ടുള്ളൊരു സിറ്റിയാണ്. ഉറുഗ്വേയുടെ ക്യാപിറ്റലായ മോണ്ടെവീഡിയോയിലാണ് നമ്മളുള്ളത്. മോണ്ടെവീഡിയോയുടെ ടൗൺ സ്ക്വയറിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇത് ഉറുഗ്വേയുടെ സമരനായകനാണ്, ഇവിടുത്തെ വീരനായകനാണ്. ആർട്ടിഗാസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ പ്രതിമയാണ് ഈ കാണുന്നത്. വിമോചന യുദ്ധത്തിൻ്റെ നേതാവായിരുന്നു. ഈ സിറ്റിയുടെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ കുറച്ച് ലേ ബാക്ക് ആയിട്ടുള്ള അവസ്ഥയിലാണ്. കാരണം ഒരുപാട് വിശാലമായ ദീർഘമായ ബീച്ചുകളുള്ള സ്ഥലമാണ്. അപ്പോൾ ആളുകൾ രാവിലെ ഒരു 10 മണിക്കൊക്കെ എഴുന്നേറ്റിട്ട് ജോഗിങ്ങിന് പോകുന്നതും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ വിശാലമായ ബീച്ചുകളിലൂടെ ഞങ്ങൾ യാത്ര ചെയ്തു.
couples a long time ago, you know. But the most famous cities, Rio de Janeiro, São Paulo. Okay, Rio we go on a plane, you know, we take a plane. മോണ്ടെവീഡിയോയുടെ ഐ ലവ് മോണ്ടെവീഡിയോ എന്ന് പറഞ്ഞ എല്ലാ നഗരങ്ങൾക്കും അങ്ങനെ ഉണ്ടാവുമല്ലോ. ഫോട്ടോ എടുക്കാവുന്ന ഐ ലവ് മോണ്ടെവീഡിയോ എന്നുള്ളതിൻ്റെ അടുത്ത് നിന്ന് സഞ്ചാരികളെല്ലാവരും ഫോട്ടോസൊക്കെ എടുത്തു. അവിടെ നിന്നുള്ളൊരു കാഴ്ച ഭയങ്കര രസമാണ്. ഒരു റൈറ്റ് സൈഡ് ഒരു സീ തിരിച്ചിട്ടതുപോലെ കടൽ തീരം ഇങ്ങനെ ഒരു ചന്ദ്രക്കല പോലെ നഗരം നമുക്ക് കാണാം. ഈ ബീച്ച് കാണാം. ഈ ബീച്ചിന് അഭിമുഖീകരിച്ചിട്ട് ആയിരക്കണക്കിന് ഫ്ലാറ്റ് സമുച്ചയങ്ങൾ കാണാം. മോണ്ടെവീഡിയോ നഗരത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ ബീച്ചും ബീച്ചിൻ്റെ സൈഡിലുള്ള താമസമാണ്. അവിടെ നിന്ന് ഞങ്ങൾ പോയത് വൈനറി കാണാനാണ്. വൈനറീസ് എന്ന് പറയുമ്പോൾ നമ്മളുടെ മനസ്സിലുള്ളത് ഇപ്പം നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള വൈനറീസാണ്. അതിലൊക്കെ ഈ മുന്തിരി പന്തൽ പോലെ ഇട്ടിട്ട് ആ തൂങ്ങിക്കിടക്കുന്ന മുന്തിരിക്കൊലകൾ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഇവിടുത്തെ പ്രത്യേകത ഇതൊരു 6 അടി 7 അടി പൊക്കത്തിലുള്ള പോസ്റ്റ് പോലെയുള്ള സ്ഥലത്ത് അതിനോട് ചേർത്തിട്ട് കമ്പി വല ഇട്ടിട്ട് വേലി പോലെ ആ വേലിയിൽ പടർത്തിയിരിക്കുന്ന പോലെയാണ് വൈനറീസ് ഉള്ളത്. അപ്പോൾ അത് കാണാൻ ഭയങ്കര രസമാണ്. ഇങ്ങനെ വളരെ അച്ചടക്കമുള്ള പട്ടാളക്കാർ നിരന്ന് നിൽക്കുന്നത് പോലെ ഇങ്ങനെ കിലോമീറ്ററുകളോളം നീണ്ട ഈ വരികൾ ഇങ്ങനെ കാണാം. A bit more to the front, there will be the railway track, yeah, transport. അതിൽ മുന്തിരിക്കൊലകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അവർക്ക് പറിക്കാനൊക്കെ കൈകൊണ്ട് പറിക്കാനും ഒക്കെ സൗകര്യമുള്ള രീതിയിലാണ് ഈ വൈനറി അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. അവിടെ പോയി ഞങ്ങൾ അവിടുത്തെ മുന്തിരിയൊക്കെ പറിച്ച് മലയാളികളുടെ സ്ഥിരം സ്വഭാവം അതിലുള്ള പഴുത്ത മുന്തിരിയൊക്കെ പൊട്ടിച്ച് തിന്നു. അതിൻ്റെ ഒരു ആകാശ വ്യൂ കിട്ടാൻ ഹൈറ്റിൽ നിന്നുള്ളൊരു വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട് അവർ ഒരു നമ്മളുടെ എന്തെന്നാ പറയേണ്ടത് ഒരു പ്ലാറ്റ്ഫോം കുറേ ഹൈറ്റിൽ സ്റ്റെപ്പ് കയറി പോയിട്ട് ആ പ്ലാറ്റ്ഫോമിന് മീതെ നിന്നിട്ട് എടുത്താൽ നമുക്ക് ആകാശ വീക്ഷണം വിഹഗ വീക്ഷണം കിട്ടുന്ന തരത്തിലൊരു പ്ലാറ്റ്ഫോമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവിടെ അതിനുള്ളിൽ ഉള്ള വളരെ വർഷങ്ങൾ നൂറ്റാണ്ട് പഴക്കമുള്ള ഈ വൈനറിയുടെ മെയിൻ സ്ഥലമുണ്ട്. അവിടെയാണ് ഞങ്ങൾക്ക് ലഞ്ച് ഏർപ്പാട് ചെയ്തിരിക്കുന്നത്. അവിടെ നമുക്ക് ഈ വൈൻ ടേസ്റ്റിംഗ് ഒക്കെ ഉണ്ട്. പലതരത്തിലുള്ള അവർ ഉൽപ്പാദിപ്പിക്കുന്ന വൈൻ നമുക്ക് തരും കഴിക്കാൻ, നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ തരും. പിന്നെ നമുക്ക് വേണമെങ്കിൽ അവിടെ നിന്ന് അത് മേടിക്കുകയും ചെയ്യാം. അവർക്ക് ഫ്രഞ്ച് കോണിയാക്കിൻ്റെ ഒരു ലൈസൻസ് ഉണ്ടായിരുന്നു. ഒരു ഞങ്ങൾ ചെല്ലുന്നതിന് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ആ ലൈസൻസ് ക്യാൻസൽ ആയി. അപ്പോൾ അവർക്ക് ഇനി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല, പ്രൊഡ്യൂസ് ചെയ്യാനും വിൽക്കാനും പറ്റില്ല. പക്ഷേ ഓൾറെഡി ഉള്ള ബോട്ടിൽസ് അവർക്ക് വിൽക്കാം. അപ്പോൾ 10-40 വർഷം 30 വർഷമൊക്കെ പഴക്കമുള്ള കോണിയാക്കിൻ്റെ ബോട്ടിൽസ് അവിടെ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട്. നല്ല വിലയാണ്. അപ്പോൾ ഈ യാത്രികർ പലരും അവിടെ നിന്ന് അത് മേടിച്ചത് ഭയങ്കര നല്ലതാണെന്നൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കി മനസ്സിലാക്കിയിട്ട് സഞ്ചാരികൾ അവിടെ നിന്ന് കുറേ കോണിയാക്കൊക്കെ മേടിച്ചിരുന്നു. അതൊരു പ്രസിദ്ധമായിട്ടുള്ളൊരു ബ്രാൻഡാണ്. അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അവർക്ക് അതിൻ്റെ പ്രൊഡക്ഷൻ ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ അവിടെ വൈൻ മാത്രമേ ഉള്ളൂ. ഈ ഭക്ഷണം കഴിക്കുന്ന ഹാളിൻ്റെ താഴെ വൈൻ സെല്ലാറുണ്ട്. അതൊരു ഭയങ്കര രസകരമായ കാഴ്ചയാണ്. ആയിരക്കണക്കിന് കുപ്പികൾ, സീൽ ചെയ്ത കുപ്പികൾ അടുക്കി വെച്ചിട്ടുള്ള ഷെൽഫുകൾ, വലിയ കളിമൺ ബാരലുകൾ, ആ ബാരലുകളിൽ ഈ വൈൻ നിറച്ച് വെച്ചിട്ടുണ്ട്. അത് എത്രയോ വർഷം പഴക്കമുള്ള വൈനൊക്കെ ഉണ്ട് അതിൽ. അതടുക്കി വെച്ചിട്ടുള്ള സെല്ലാറ് ഈ ബിൽഡിങ്ങിൻ്റെ താഴെ, നമ്മൾ ഭക്ഷണം കഴിച്ച ആ ഹാളിന് താഴെയാണ് സെറ്റ് ചെയ്യുന്നത്. അതൊരു കാണേണ്ട കാഴ്ചയാണ്. പുറത്ത് ചില ഷെഡുകളിൽ അവർ പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന ഈ വൈനറിയിൽ ഉപയോഗിച്ചിരുന്ന സാധനങ്ങളൊന്നും കളയാതെ അത് പ്രദർശനത്തിന് വെച്ചിട്ടുണ്ട്. അതുപോലെ 4-6 കുതിരകളെ 10 കുതിരകളെ പൂട്ടിയിട്ട് വലിക്കാവുന്ന വണ്ടികളുടെ, കുതിരകളില്ലാതെ ആ വണ്ടികളൊക്കെ അവിടെ മരം കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ആ വണ്ടികൾ അവിടെ പ്രദർശനത്തിന് വെച്ചിട്ടുണ്ട്. അതുപോലെ പഴയ ഇവരുടെ ടൂൾസ് അവിടെ അവർ കാണിക്കുന്ന ഉപയോഗിച്ചിരുന്ന ടൂൾസ് ഇപ്പോൾ അതിന് ആധുനിക രൂപത്തിലുള്ളതായി. ഇതധികവും മരം കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതും ഇരുമ്പ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതുമായിട്ടുള്ള ടൂൾസ് അവിടെ പ്രദർശനത്തിന് വെച്ചിട്ടുണ്ട്.
പിന്നെ ഈ ബിൽഡിങ്ങൊക്കെ തന്നെ ഒരു നില മുകളിലേക്ക് ഒരു നിലയേ ഉള്ളൂ, പക്ഷെ ഇതിൻ്റെയൊക്കെ അടിയിലേക്ക് ഈ ഭൂമിക്കടിയിൽ ഈ വൈനുകൾ സൂക്ഷിക്കാനുള്ള സെല്ലാറുകളുണ്ട്. ഈ സെല്ലാറുകളുടെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ എപ്പോഴും 18 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ അന്തരീക്ഷോഷ്മാവ് ക്രമീകരിച്ച് വെച്ചിട്ടുണ്ടാവും. 18 എൻ്റെ ഓർമ്മ. ആ തണുത്ത ഒരു അവസ്ഥയിലാണ്. അവിടെ ചില പഴയ മിറേഴ്സ്, പഴയ അലങ്കാര വസ്തുക്കളൊക്കെ അവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ചിലർ വൈൻ ബോട്ടിൽസ് മേടിച്ചു, ചിലർ കോണിയാക്ക് മേടിച്ചു. ഞാനൊന്നും മേടിച്ചില്ല. ഞാൻ അവിടുന്ന് ടേസ്റ്റ് ചെയ്യാവുന്ന എല്ലാം ടേസ്റ്റ് ചെയ്തു. അവിടുന്ന് ഫ്രീ ആയി കിട്ടിയ വൈനും കഴിച്ച് ഞങ്ങളിവിടെ തിരിച്ചു പോന്നു. തിരിച്ചു വരുമ്പോൾ നമ്മൾ ഇവിടുന്ന് ബ്യൂണസ് ഐറസിൽ നിന്ന് പുറപ്പെടുമ്പോൾ നമുക്ക് എടുക്കാൻ പറ്റാതിരുന്ന ഈ കപ്പൽ ഈ വാർഫിൽ നിന്നും പുറപ്പെടുന്ന അതിൻ്റെ വീഡിയോസൊക്കെ നമുക്ക് എടുക്കാൻ പറ്റി. ഈ ഷിപ്പിനെ പുറംകടലിലേക്ക് ആനയിച്ചു കൊണ്ടുപോകുന്ന ടഗ്ഗിങ് ബോട്ടുകളുടെ വീഡിയോസൊക്കെ എടുക്കാൻ പറ്റി. ഇതൊക്കെ നമ്മൾ ബാൽക്കണിയിൽ നിന്ന്, നമ്മുടെ റൂമിൻ്റെ ബാൽക്കണിയിൽ നിന്നിട്ട് തന്നെ നമ്മൾ ഷൂട്ട് ചെയ്തു. എസ്കോർട്ട് വരുന്ന ബോട്ടാണ് ഈ എല്ലാം, പുറംകടലിൽ കൊണ്ടുവന്ന് വിടാൻ വരുന്ന ബോട്ടാണ്. ഈ വാർഫിൽ നിന്ന് പോകുന്നത് ഒരു കാഴ്ച തന്നെയാണ്. ഈ വാർഫിലുള്ള വളരെ ഹ്യൂജായിട്ടുള്ള ക്രെയിനുകളുടെ ഒരു ദൃശ്യം ഭയങ്കര അത്ഭുതപ്പെടുത്തുന്നതാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചില നഗരങ്ങൾ നമ്മളെ വീണ്ടും വീണ്ടും വിളിക്കും. നമ്മളെ തിരിച്ചവിടെ വീണ്ടും ചെല്ലുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ലെങ്കിലും നമ്മളെ അവിടേക്ക് വീണ്ടും കൊണ്ടുപോകും. ബ്യൂണസ് ഐറസ് അങ്ങനെ ഒരു നഗരമായിരുന്നു. അവിടെ ഞാൻ 3 തവണ ബ്യൂണസ് ഐറസിൽ പോയിട്ടുണ്ട്. എന്നാൽ എനിക്ക് പോകാൻ ആഗ്രഹമുള്ള സിറ്റികൾ റിയോ ഡി ജനീറോ പോലെയുള്ള നഗരങ്ങളുണ്ട്. അവിടെയൊന്നും പോകാൻ പറ്റിയിട്ടില്ല. പക്ഷേ ബ്യൂണസ് ഐറസിന് എൻ്റെ പൂർവ്വജന്മവുമായിട്ട് എന്തോ കണക്ഷനുണ്ട്. കാരണം അവിടെ ഞാൻ വീണ്ടും വീണ്ടും പലതവണ പിന്നീട് പോയിട്ടുണ്ട്. അതുപോലെ ഈ മോണ്ടെവീഡിയോയിലും ആദ്യ തവണ പോയപ്പോൾ നിരാശയായിരുന്നു, മുഴുവൻ കാണാൻ പറ്റിയില്ല എന്ന്. പക്ഷേ ഇത്തവണ നമുക്ക് മോണ്ടെവീഡിയോയിൽ പോകാൻ പറ്റി. പിന്നെ അവിടെ നിന്ന് എത്രയോ കിലോമീറ്ററുകൾ അകലെ ഈ വൈനറി കാണാൻ പോയി. അപ്പോൾ എല്ലാ നഗരങ്ങൾക്കുള്ള പ്രത്യേകത, ഓരോ തവണ നമ്മൾ വേറെ വേറെ ആളുകളുടെ കൂടെ പോകണമെങ്കിൽ ഡിഫറൻ്റായിട്ടുള്ള കാഴ്ചകൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ടാവും. ഈ പതിവ് റൂട്ടുകളിൽ നിന്ന് മാറിയിട്ടുള്ള ചില യാത്രകൾ ആ നഗരത്തിൻ്റെ പുതിയ കാഴ്ചകൾ നമുക്ക് സമ്മാനിക്കും. അങ്ങനെ നിറഞ്ഞ മനസ്സുമായി മോണ്ടെവീഡിയോയിൽ നിന്ന് ഞങ്ങൾ തിരിച്ചു പുറപ്പെട്ടു.